ഈ ട്രംപിൻ്റെ പല നടപടികളും ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ചർച്ചയാണ്. എടുത്തിയാടിയുള്ള തീരുമാനങ്ങൾ, മറ്റ് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സിമ്പിളായി ചായ കുടിച്ച് പരിഹരിക്കാമെന്ന് പറയുന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ട്രംപ് ഓരോ ദിവസം കഴിയുന്നവർ കൂടുതൽ അനഭിമതനായിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഈ ട്രംപ് നമ്മളെ അമേരിക്ക പോലെ വലിയ അതിശക്തമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കുന്നതിൻ്റെ യാതൊരു പക്വതയും കാണിക്കാത്ത ഒരാളാണ് ട്രംപ്. അയാൾ പണ്ട് ഒരു ബിസിനസ്സുകാരനാണ്, ഇപ്പോഴും ഒരു ബിസിനസ്സുകാരനായി തുടരുന്നു എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തിന് ഈ ലോകരാജ്യങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഥമ പരിഗണന വ്യാപാര താല്പര്യങ്ങളാണ്. ഇപ്പോൾ ചൈനയുമായിട്ടുള്ള വ്യാപാര കരാർ തന്നെ നോക്കാം. അവർക്കെതിരെ വലിയ രീതിയിലുള്ള 140% വരെ നികുതി പ്രഖ്യാപിച്ചിട്ട് പിന്നീട് അത് കുറയ്ക്കേണ്ട, അത് നിലനിർത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. കാരണം അമേരിക്കയിലുള്ള പല വ്യവസായശാലകൾക്കും അസംസ്കൃത വസ്തുക്കൾ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ ചൈനയ്ക്കെതിരെ ഇത്തരം വലിയൊരു നടപടി എടുക്കുമ്പോൾ അത് തൻ്റെ രാജ്യത്തെ കൂടി ബാധിക്കും എന്നുള്ളൊരു ചിന്തയില്ലാതെയാണ് ട്രംപ് അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ പിന്നീട് അതിന് വലിയ കാലതാമസം ഉണ്ടായില്ല. അത് വീണ്ടും 30%-ലേക്ക് വെട്ടിക്കുറച്ചു. പക്ഷേ അത് ഒരു പരിധിവരെ ഇന്ത്യ അടക്കമുള്ള ചെറിയ രാജ്യങ്ങൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സഹായകരമായി. ചൈനയിലുള്ള വൻ വ്യവസായശാലകളൊക്കെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് അവരുടെ നിക്ഷേപം മാറ്റി സ്ഥാപിക്കാൻ ആ രീതിയിലുള്ള ചിന്തകളിലേക്ക് വന്നു. പക്ഷേ ട്രംപ് ഇപ്പോഴും ഇത്തരത്തിലുള്ള കാര്യമായ ആലോചനയില്ലാത്ത പ്രസ്താവനകളുമായി തുടരുന്നു. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലും അദ്ദേഹം കാര്യക്കാരനാകാൻ നോക്കി. ഞാൻ ഇടപെട്ട് ചർച്ച ചെയ്തതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ ഉണ്ടായതെന്നും ഇന്ത്യ പാകിസ്ഥാൻ നേതാക്കൾ ഒരു ഡിന്നർ കഴിക്കുകയോ അല്ലെങ്കിൽ ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന തരത്തിലെ പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കാതെ ഇരുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. പിന്നെ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് അവിടെ സന്ദർശനത്തിന് വന്നപ്പോൾ സാധാരണ രണ്ട് രാജ്യത്തിൻ്റെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും പാലിക്കാതെ ഈ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ പ്രദർശനം പോലും നടത്തി ട്രംപ്. പിന്നെ യുക്രൈൻ പ്രധാനമന്ത്രി അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം മോശമായതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് കലഹിച്ച ആളാണ് ട്രംപ്. അപ്പോൾ ഇത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിലിരിക്കുന്ന ആളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെയ്തികളോ പ്രവൃത്തികളോ പ്രസ്താവനകളോ അല്ല ട്രംപ് കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്.